ബ്രസീലിയൻ യെസ്, ഈ പേര് ഓർത്ത് വെക്കാനായിട്ട് ഞാൻ പറഞ്ഞതിന്റെ റീസൺ ഇന്നലത്തെ മാച്ചിന്റെ ആ ഒരു ഇമ്പാക്റ്റില്ലേ അത് തന്നെയാണ്. ഈ ചെറുക്കൻ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലിവർപൂൾ ഇതുവരേക്കും വന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ്പെഷ്യലി അവരുടെ ഒപ്പോണൻസിനെതിരെ ഈ ലാസ്റ്റ് മിനിറ്റ് ഇഞ്ചുറി മിനിറ്റിലൊക്കെ ഗോൾ അടിച്ച് അവരെ അങ്ങ് തളർത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്നാൽ ചെൽസിയുടെ 18 വയസ്സുകാരൻ ബ്രസീലിയൻ മുത്തുമണി ആ ലിവർപൂളിൻ്റെ തല അടിച്ച് പൊട്ടിച്ചത് ഇതുപോലൊരു ഇഞ്ചുറി മിനിറ്റിലാണെന്നുള്ളതാണ്. നല്ല ക്ഷീണമായിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടെ കൂടുക. ഇനി ആരെങ്കിലും എന്തെങ്കിലും ലിവർപൂളിനെ പറഞ്ഞു കഴിയുമ്പോഴേക്കും അവർ സ്ഥിരം പറയുന്നൊരു സാധനമാണ്, നിനക്കൊക്കെ ലിവർപൂൾ എന്ന് പറയുന്ന ക്ലബിനെ അറിയാവോ, അവർ ചാമ്പ്യന്മാരാണ്, നിങ്ങളൊക്കെ പ്രീമിയർ ലീഗ് കാണാറുണ്ടോ എന്ന് ചോദിച്ചവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, പ്രീമിയർ ലീഗിൽ മാത്രമല്ല കഴിഞ്ഞ 3 ഓൾ കോമ്പറ്റീഷൻസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിവർപൂൾ 3 മത്സരങ്ങൾ നല്ല വെടിപ്പായിട്ട് പൊട്ടിയിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലെ 2 മത്സരങ്ങളിൽ അവരുടെ തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇഞ്ചുറി മിനിറ്റിൽ ഗോൾ അടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് തന്നെ നിങ്ങൾക്ക് റിവേഴ്സ് ആയിട്ട് കിട്ടിയിട്ട് നല്ല ക്ഷീണത്തിലാണ് ഇരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ആ 2 മത്സരങ്ങളുടെ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഞ്ചുറി മിനിറ്റിലെ ഗോള് കൺസീഡ് ചെയ്ത് തന്നെയാണ് നിങ്ങളുടെ തോൽവിയുടെ കാരണം എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് മാത്രം ലിവർപൂൾ അങ്ങ് അവസാനിച്ചു തീർന്നു എന്നുള്ളതൊന്നും അല്ല വാദം. പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ മിക്ക ടീമുകളും അല്ലെങ്കിൽ കുറച്ചധികം ടീമുകൾ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ ലിവർപൂളിന് കഴിഞ്ഞ സീസണിൽ എന്തായിരുന്നോ ചെയ്തിരുന്നത് അതുപോലെ അത്ര ഈസി ആയിട്ട് കപ്പ് അടിക്കാൻ പറ്റുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല കേട്ടോ. ആൻഡ് ഇതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലത്തെ മത്സരത്തോടെ തന്നെ ടേബിളിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. തോൽവിയൊന്നും അറിയാതെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന ലിവർപൂളിനെ അടിച്ചങ്ങ് താഴ്ത്തിയിട്ട് ഇപ്പോൾ രണ്ടാമതിരുന്ന ആഴ്സണൽ ഇപ്പോൾ എവിടെയാണ്? ബോട്ട്ലേഴ്സ് എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്ന ആഴ്സണൽ ഇപ്പോൾ എവിടെയാണ്? പ്രീമിയർ ലീഗിൽ 1ാമതാണ് എന്ന് ഓർക്കുക. ഇതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു, പ്രീമിയർ ലീഗ് അവസാനിച്ചില്ല. പക്ഷേ ആസ് ഓൾവേസ് ഇതൊക്കെ തന്നെയാണ് പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന ലീഗിനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കുന്നതെന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. ആൻഡ് വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് മാച്ച് എന്നുള്ളതും കൂടെ താഴെ കമൻറ്റ് ചെയ്യാം.